ഞങ്ങൾക്കുള്ളതാണ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കുള്ളതാണ്, മാധ്യമങ്ങൾക്കുമുള്ളതാണ്. എല്ലാവരും പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. ഇവിടെ യഥാർത്ഥത്തിലൊരു വേട്ടയാടലാണ്. ഞാനത് മാധ്യമങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു ഒരു മാർച്ച് 23 ഇപ്പം നിങ്ങളെല്ലാം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പല രാഷ്ട്രീയക്കാരും ഇവിടെ വരാറുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഇവിടെ വരാറുണ്ട്. ആ വരുന്നവരൊക്കെ ഇവിടെ വന്നാൽ അവരോട് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല, ഇറങ്ങിപ്പോ എന്നൊന്നും ഞാൻ പറയാറില്ല. വന്നാൽ എല്ലാവരും വന്നാലും ഇവിടെ ഒരു ചായ കൊടുക്കാൻ പറ്റിയൊരു ചായ കൊടുക്കും. നിങ്ങൾക്കും യഥാർത്ഥം എനിക്ക് ചായ തരാൻ പറ്റാത്തതാണ് എൻ്റെ വിഷമം എന്ന് പറയുന്നത്. അത് ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ശീലിച്ചിട്ടുള്ളൊരു ശീലമാണത്. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് 23 മാർച്ച് മാസം 5-ാം തീയതി ഞാനവിടെ തിരുവനന്തപുരത്ത് മകൻ്റെ ത്രികയുടെ പിറന്നാളാണ്, അന്ന് അവിടെ എത്തിയതാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ദല്ലാൽ നന്ദകുമാറും ജാവേദ്കറും അവിടെ വന്നെത്തുന്നത്. ഞാൻ തന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ആദ്യം അത്ഭുതമായിരുന്നു. എന്താ ഇത്, ഇദ്ദേഹം തന്നെ അല്ലേന്ന് തന്നെ ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ ഞാനതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇതുവഴി പോകുന്നതാണ്. വളരെ അടുത്താണ്, നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ്. ആരോ പറയുന്നത് കേട്ടു, അങ്ങനെ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിലേ പോകുന്ന അവസരത്തിൽ പിന്നെ നിങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ, അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ഞാനിവിടെ BJPയുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് കുറച്ചു കാലമായി. ഇതുവരെ നിങ്ങളുമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ. ഞാൻ പറഞ്ഞു, എനിക്കൊരു പാർട്ടി മീറ്റിങ്ങിന് ഞാൻ ഇറങ്ങുകയാണ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഒരു ആകെ എല്ലാം കൂടി നോക്കിയാൽ ഒരു വർത്തമാനം തന്നെ ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനത് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ മകനും മാത്രമല്ല അവരുടെ ബന്ധുക്കൾ, ഈ മകൻ്റെ ഭാര്യയുടെയും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് ഒരു ചായ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അല്ല വേണ്ട, ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചങ്ങിറങ്ങി. ഇറങ്ങിയപ്പോൾ 2 ഇതുണ്ട് ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ അദ്ദേഹവും നന്ദകുമാറും കയറി, മറ്റേ ലിഫ്റ്റിൽ ഞാനും പോയി. ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം. ആ സംഭവത്തെ എങ്ങനെയാണ് ഇവിടെ എടുത്തു കൊടുത്തത്? ഞാനെന്തോ CPM വിട്ട് ഞാൻ BJP ആകാൻ പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2-3 സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു. അതെല്ലാം പാളിപ്പോയി. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടില്ല അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കൂ. എങ്ങനെയാണ് എന്നെപ്പോലെയുള്ള ഒരാളെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുക? നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഈ മാധ്യമങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പിന്നെ എന്താ തൃശ്ശൂരിൽ വെച്ച് കണ്ടു. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിശോധിച്ചോ? തൃശ്ശൂരാണെങ്കിൽ അവിടെ രാമനിലയല്ലേ, CCTV ഇല്ലേ, അവിടെ ജീവനക്കാരില്ലേ, റെക്കോർഡില്ലേ, പുസ്തകമില്ലേ, എല്ലാം നിങ്ങൾ നോക്കിയോ? ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല. പോയിട്ട് അവിടെ ഞാൻ പോയ ദിവസം ഏതാന്ന് നോക്കി. ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായ ഒരു പരിശോധന നടത്തണ്ടേ? ഞാൻ ഏത് പിന്നെ ശോഭാ സുരേന്ദ്രനെ കാണാൻ എനിക്ക് അവരുമായിട്ട് ഒരു പരിചയമില്ല. ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത്, ഇത്ര ദൂരത്ത് കാണുന്നത് തന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത്, അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേരയുണ്ട്, വലിയ ജനക്കൂട്ടായിരുന്നു. അവിടെ ഞാനും മറ്റു പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ
സ്റ്റേജിൻ്റെ അങ്ങേ വശത്ത് ഈ സ്ത്രീ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നാണ് അവരെ ഒരു അടുത്ത് കണ്ടു എന്ന് പറയുന്നതിൻ്റെ അതാണ്. ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി പിന്നെ വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനടി അത് വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ? സുധാകരൻ പറയുന്നത് പിന്നെ ഗൾഫിലാണ് ഗൂഢാലോചന. ഗൾഫിലാ ഗൂഢാലോചന സുരേന്ദ്രൻ പറഞ്ഞാൽ അല്ല സുധാകരൻ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ? ഞാൻ ഗൾഫ് പോയിട്ട് എൻ്റെ വർഷത്രയായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് അവിടെ പോയത്. എന്തെങ്കിലും വിളിച്ചു പറയുക. പിന്നെ ഡൽഹി, ഞാൻ 2-2.5 വർഷത്തിലധികമായി ഡൽഹിയിൽ തന്നെ പോകാതെ. ആകെ ഞാൻ ഡൽഹി പോയി എന്ന് പറയുന്നത് നമ്മുടെ MLA മാരും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരു 2.5 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഡൽഹിയിൽ പോയത്. എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ ഉടനടി വാർത്ത കൊടുക്കലാണ്. എന്നെപ്പോലെ ഒരാളെ കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും സത്യമുണ്ടെന്ന് നോക്കണ്ടേ? അപ്പോൾ വ്യക്തിഹത്യ നടത്താൻ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, രാഷ്ട്രീയത്തെ നശിപ്പിക്കാൻ, ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയായ ധർമ്മമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നെക്കുറിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ കൊടുത്തോളൂ, പ്രസിദ്ധീകരിച്ചോളൂ. എന്നെക്കുറിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ ചർച്ചയിൽ അവതാരകൻ തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തുകൊള്ളൂ. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് അതിന് ശേഷം എന്താ പ്രധാനം? എന്തിനാണ് രാവിലെ ഇത് പറഞ്ഞത്? തലേന്ന് രാത്രി വൈകുന്നേരം മുതൽ ഇത് പറഞ്ഞിട്ട് അത് നിഷേധിക്കാത്ത എന്തുകൊണ്ട്? ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ ഞാൻ കേട്ടു. ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ. അതായത് ഈ പിന്നെ മറ്റേ ശോഭാ സുരേന്ദ്രനല്ല, നമ്മളെ ദല്ലാൾ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണെന്നല്ലേ എൻ്റെ അർത്ഥം. അതിൻ്റെ തലേന്ന് ഉച്ച മുതൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സുധാകരനെതിരായിട്ട് തലേന്ന് ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. സുധാകരൻ BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ രാജയുമായി അദ്ദേഹം BJP നേതാവാണ്. അവിടത്തേക്ക് വിളിച്ചു, അവിടെ കൊണ്ടുപോയി, അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നു. എല്ലാം നടന്നു. ഇവിടുത്തെ തന്നെ BJP നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു. അത് സുധാകരൻ അംഗീകരിച്ചതാണ്. അത് ശരിയായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞതാ. അതുകൊണ്ട് ആ സുധാകരൻ BJPയിലേക്ക് പോകാൻ പോകുന്നു ഞാൻ പറഞ്ഞു. അതിന് 1 മണിക്കൂർ കഴിയുമ്പോൾ കൗണ്ടറായിട്ട് ഞാൻ തന്നെ BJPയിലേക്ക് പോകുന്നു എന്ന് വാർത്ത കൊടുക്കുന്നത് എന്ത് ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും വശമായിട്ടാണ്? എന്താ നിങ്ങളുടെ കൈവശത്തിനുള്ളത്? ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ? നിങ്ങൾ ആലോചിക്കണ്ടേ എന്താ അതിൻ്റെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ്. അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ അനാവശ്യമായി വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞത്. രാവിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിഷേധിച്ചില്ലെങ്കിൽ നിങ്ങളെ വാർത്ത എന്താ? നിഷേധിച്ചില്ല, അത് ശരിയാണ്. ഇല്ലെങ്കിൽ നിഷേധിക്കേണ്ടതായിരുന്നില്ലേ? അത് മറച്ചു വെച്ചു, പറഞ്ഞില്ല, നിങ്ങൾ വാർത്ത കൊടുക്കും. അത് കൊടുക്കാതിരിക്കാൻ എന്താ? ഉള്ള സത്യങ്ങൾ പറഞ്ഞേക്കാം. ആ സത്യങ്ങൾ പറഞ്ഞു. അതാ ഉണ്ടായിട്ടുള്ള കാര്യം.